സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. സമ്മേളന നഗറിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ പതാക ഉയർത്തി. തുടർന്ന് നേതാക്കൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO ഷുഹൈബ് കീഴടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ഷുഹൈബ് കീഴടങ്ങിയത്. ഇന്ന് രാവിലെയാണ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഷുഹൈബ് കീഴടങ്ങിയത്. കേരളത്തിലെ SDPI ഓഫീസുകളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തുമാണ് റെയ്ഡ് നടന്നത്. ഇന്ന് രാവിലെ 9:30 റെയ്ഡ് ആരംഭിച്ചത്. RSSനെ ഫാസിസ്റ്റ് സംഘടനയെന്ന് വിശേഷിപ്പിച്ചും നവഫാസിസം എന്താണെന്ന് വിശദീകരിച്ചും CPIM PB കോഓർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIM സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. BJPക്ക് പിന്നിൽ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം പിന്തുടരുന്നത് RSS ആണെന്ന് കാരാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഇളയ മകൻ അക്സാന്റെ മരണം ചികിത്സയിലിരിക്കുന്ന മാതാവ് ഷെമിയെ അറിയിച്ചു. സംഭവം നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് മൂത്ത മകൻ അഫ്വാൻ അക്സാനെ കൊലപ്പെടുത്തിയ വിവരം ഷെമിയെ അറിയിക്കുന്നത്. ഭർത്താവ് റഹീമിന്റെ സാന്നിധ്യത്തിൽ സൈക്കാട്രി ഡോക്ടർമാരടക്കമുള്ള സംഘമാണ് ഷെമിയെ അക്സാന്റെ മരണം അറിയിച്ചത്. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിലെ അസാന്നിധ്യത്തിൽ പ്രതികരണവുമായി കൊല്ലം MLA M മുകേഷ്. സമ്മേളന ദിവസം കൊല്ലത്തുണ്ടാവില്ലെന്ന് പാർട്ടിയെ അറിയിച്ചതിനാലാണ് തന്നെ ക്ഷണിക്കാത്തതെന്നാണ് മുകേഷിന്റെ പ്രതികരണം. താൻ എറണാകുളത്ത് ഷൂട്ടിനായതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നും മുകേഷ് പറഞ്ഞു. താനൂരിൽ +2 വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് താനൂർ SHO. പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്നും കോൾ വന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നാണ് കോളുകൾ വന്നിരിക്കുന്നത്. എന്നാൽ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിക്കുന്നത്. മലപ്പുറം ചപ്പനങ്ങാടിയിൽ ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം നടിച്ച പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയിൽ നിന്നും സ്വർണം കവർന്ന പ്രതി പിടിയിൽ. ചാപ്പനങ്ങാട് ചേക്കത്ത് നബീറാണ് അറസ്റ്റിലായത്. 15 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്നും 24 പവൻ സ്വർണമാണ് യുവാവ് തട്ടിയെടുത്തത്. 15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് പ്രതി കവർന്നത്. നെല്ലിയാമ്പതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. പഴനിസ്വാമിക്കാണ് പരിക്കേറ്റത്. നെല്ലിയാമ്പതി കാരപ്പാറയിൽ വെച്ചായിരുന്നു സംഭവം. പരിക്ക് ഗുരുതരമല്ല. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനം. ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മൂക്ക് മറ്റു വിദ്യാർത്ഥികൾ ഇടിച്ചു തകർത്തു. 4 +2 വിദ്യാർത്ഥികളും ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് മർദ്ദിച്ചത്. കുട്ടിയുടെ മൂക്കിന് ഗുരുതര പരിക്കേറ്റു. 2 പല്ലിന് ഇളക്കം തട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സനാതന ധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ ഇനി കേസെടുക്കരുതെന്ന് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് നിന്ന് ഹജ്ജ് യാത്രയ്ക്കുള്ള ഉയർന്ന വിമാനത്തുകയ്ക്കെതിരെ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീം കോടതി. കോടതി ഇടപെടൽ ഹജ്ജ് തീർത്ഥാടനത്തിന് വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് അവസാന മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ ബന്ദികളെയും കൊല ചെയ്യപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളും ഹമാസ് ഉടൻ കൈമാറണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ഇതിന് സഹകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള സഹായം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു.